ഞാനിന്ന് ദുബായിലാണ്. പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ബഹുനില കെട്ടിടങ്ങൾ ദുബായിയുടെ ഭംഗി കൂട്ടുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിലാണ്, ബുർജ് ഖലീഫ. ഇവിടെ ദുബായ് വളരുകയാണ്. ദുബായിയുടെ ഉയർച്ചയ്ക്ക്, വികസനത്തിന് ഒക്കെ കാരണമായിട്ട് നമ്മുടെ മലയാളികളുമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലെത്തുകയും, അതായത് ഡൽഹിയിൽ നിന്നും കമ്പനി ദുബായിയുടെ ആവശ്യത്തിനായി ഒരു മലയാളിയെ, ചെങ്ങന്നൂരുകാരനായ നമ്മുടെ സ്വന്തം മലയാളിയായ KR പിള്ളൈ, അദ്ദേഹത്തെ ദുബായിലേക്ക് അയക്കുകയും പിന്നെ 3 വർഷം കഴിഞ്ഞ് ദുബായ് ആ കമ്പനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കമാവുകയാണ്. സിറ്റി മാൻ കോൺട്രാക്ടിംഗ് LLCയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KR പിള്ളയാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഡൽഹിയിൽ നിന്നാണ് സാറ് ഒരു കമ്പനിയുടെ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ദുബായിലേക്ക് വരുന്നത്. 18 വർഷങ്ങൾ. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെങ്ങന്നൂരിലേക്ക് ഒന്ന് പോകണം. ചെങ്ങന്നൂരാണ് സാറിൻ്റെ ജന്മദേശം. ചെങ്ങന്നൂർ എവിടെയാണ് സാർ? ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജന്മദേശം. പിതാവിന് എന്ത് ജോലിയാണ്? പിതാവ് ഒരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ. അതിനുശേഷം പിതാവ് കർഷകനായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ ആറാമത്തെ. മൊത്തം ഫാമിലി 6 പേര്. ഏറ്റവും ഇളയാൾ? ഏറ്റവും ഇളയാൾ. ഒരു അന്ന് കാർഷിക വരുമാനമാണ് ജീവിതത്തിൽ, കുടുംബത്തിന്റെ കാർഷിക വരുമാനത്തിൽ കൂടെയാണ് വളർന്നതും പഠിച്ചതും എല്ലാം. വിദ്യാഭ്യാസം അച്ഛൻ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിനെ കുറിച്ച് നമ്മളിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കർഷകനായ അച്ഛൻ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും. അത് എത്രത്തോളമായിരുന്നു? അങ്ങനെ വളർന്നു വന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എത്തിപ്പറ്റിയിരിക്കുന്നത്. അപ്പം കാർഷിക കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഭൂമികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കർഷക കുടുംബമായിട്ട് ജീവിച്ചു പോരുകയായിരുന്നു. അവിടെ നിന്ന് വിദ്യാഭ്യാസം ചെങ്ങന്നൂർ തന്നെയായിരുന്നു. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ബുധനൂർ എന്ന് പറയുന്ന ഒരു ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം ഞാൻ നടത്തിയത് ഡൽഹിയിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ ഡൽഹിയിലേക്ക് പോയി. കാരണം അന്നത്തെ എൻ്റെ ജ്യേഷ്ഠന്മാർ ഡൽഹിയിലായിരുന്നു, സെറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി കോളേജ് വിദ്യാഭ്യാസം അവിടെ കഴിഞ്ഞു. ഒപ്പം ജോലിയും ചെയ്തിരുന്നു. ഏത് കമ്പനിയിലാണ് ജോലി? ഞങ്ങൾ ഗണപതി എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. മൾട്ടിനാഷണൽ കമ്പനിയായിരുന്നു. ആ കമ്പനിയാണ് പിന്നീട് ആ കമ്പനി തന്നെയാണ് ഒരു ബ്രാഞ്ച് പിന്നീട് തുറക്കുകയും അത് അവർ ഇവിടത്തേക്ക് നമ്മളെ അതിന് ഇൻചാർജായിട്ട് ഡെപ്യൂട്ടി ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ദുബായിക്കുള്ള ആദ്യത്തെ പ്രവേശനം. ദുബായിൽ
അപ്പം ഗണപതി എക്സ്പോർട്സ് ലിമിറ്റഡ്. അപ്പോൾ അവരുടെ കമ്പനി ഇവിടെ എക്സ്പോർട്ടിങ് കാര്യമായാണ് എന്താണ് ട്രേഡിംഗ്. ബേസിക്കലി അവർ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രേഡിംഗ് ആണ്. ആ ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവർ കമ്മോഡിറ്റീസ് ആണ് കൂടുതലായിട്ടും റൈസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രാഞ്ചിന്റെ ഹെഡായിട്ടാണ് അവിടെ ബ്രാഞ്ചിന്റെ ഹെഡായിട്ട് നമ്മൾ ഇൻചാർജ് ആയിട്ടാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ കമ്പനിക്ക് അധികം നാൾ ഓടിക്കൊണ്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പം അങ്ങനെ അത് വൈൻഡപ്പ് ചെയ്യും. 3 വർഷമേ അതിന് ലൈഫ് ഉണ്ടായിരുന്നു. അപ്പം 3 വർഷം കഴിഞ്ഞിട്ട് ഇവർ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടു. അപ്പം ഞാൻ എന്നാൽ തന്നെ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് കൊടുത്തു, വൈൻഡപ്പ് ചെയ്യേണ്ട, നമ്മളതിൻ്റെ ലയബിലിറ്റിയും കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു പ്രപ്പോസൽ മാനേജ്മെൻറ്റിന് കൊടുത്തു. മാനേജ്മെൻറ്റ് അത് എഗ്രി ചെയ്തു. കമ്പനി നമ്മുടെ പേര് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിക്ക് യൂണിറ്റായി. കാരണം എന്ന് വെച്ചാൽ പൊതുവെ സാധാരണ അങ്ങനെ ഒരു ധൈര്യം മനസ്സിൽ എങ്ങനെ ഉണ്ടായി? കാരണം ഒരു കമ്പനി ഒരു ലോസ് ആയതുകൊണ്ടാണ് അവർ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെ. അവിടെ നിന്ന് ആ കമ്പനിയെ ഞാൻ നടത്തിക്കൊണ്ട് പോകും എന്ന വിശ്വാസം, കാരണം ആ വിശ്വാസത്തിന് പിൻബലമായിട്ടുള്ള 3 വർഷത്തെ നമ്മുടെ അതിനകത്തുള്ള പരിചയം തന്നെയായിരുന്നു. ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു, ഈ മാർക്കറ്റിലെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നടത്തിക്കൊണ്ട് പോകാമെന്നുള്ള ഒരു ബലം തോന്നുകയാണ്. അങ്ങനെയാണ് കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പം അത് എത്ര വർഷം? അത് ഞങ്ങൾ 7 വർഷം കൊണ്ടുപോയി. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഗണപതി എക്സ്പോർട്സ് അന്ന് ഇവിടുത്തെ എൻ്റെ പേര് ഗണപതി എക്സ്പോർട്സ് എന്നല്ല, ഇത് ഗ്രെയിൻസ് കമ്പനി LLC എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ 7 വർഷം നടത്തിക്കൊണ്ടുപോയി. 7 വർഷം കഴിഞ്ഞതിന് ശേഷം അമിതമായി ഈ ഇൻ്റർനെറ്റ് കാര്യങ്ങളും മറ്റേതൊക്കെ വന്നുകൊണ്ട് സപ്ലയേഴ്സിൻ്റെ ഷോർട്ടേജും കാര്യമൊക്കെ വന്നു, ഡയറക്റ്റ് ഡീലിങ്സൊക്കെ ആയി. അപ്പം അങ്ങനെ ഞങ്ങൾ പൊതുവേ ആ ഒരു ലൈനൊന്ന് മാറ്റണമെന്നൊരു ചിന്താഗതിയിലെത്തി. ബിസിനസ് ലൈൻ അങ്ങ് മാറ്റാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു പരിപാടിയിലേക്ക്, കാരണം അന്ന് ബൂം നടക്കുന്ന സമയമായതുകൊണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് നമ്മൾ മാറി. അത് ഒരു നല്ല മാർഗമായിട്ട് ഇന്ന് തോന്നുന്നു. കാരണം ഈ കമ്പനിയുടെ ഒരു തുടക്കം ഞങ്ങളൊരു ജനറൽ മെയിൻ്റനൻസ് കമ്പനി ആയിട്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു അന്ന്. അപ്പം അത് ഈ 4 പേരും നേരത്തെ ഗ്രെയിൻസ് കോൺട്രാക്ടിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അത് അവർക്ക് ആ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവരല്ല, ഇത് പുതിയ ആളുകൾ തന്നെയാണ്. ആ കമ്പനി ഫുള്ള് വൈൻഡപ്പ് ചെയ്തിട്ടാണ് ഞാൻ കൺസ്ട്രക്ഷൻ ലൈനിലേക്ക് ഒരു പുതിയ ലൈസൻസ് എടുക്കുകയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കമ്പനി ഈ പേരിൽ തന്നെയായിരുന്നു. ഈ പേരിൽ തന്നെ തുടങ്ങി. ആ കമ്പനി തുടങ്ങി ക്രമേണ ഞങ്ങൾ അതിൻ്റെ 4 പേരാണ് തുടക്കക്കാരുണ്ടായിരുന്നത്. അവരിന്നും ഉണ്ട് ഇതിനകത്ത് തന്നെ. ബാക്കി പിന്നെ ക്രമേണ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ആളുകളെ കൂട്ടുകയും ഇന്നത്തെ ഈ ഒരു നിലയിലെത്തിപ്പറ്റും. എത്ര പേരുണ്ട്? ഇന്ന് നമുക്ക് 136 പേരാണ്. 136 പേരുള്ള ഒരു കമ്പനിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. എത്ര വർഷങ്ങൾക്കുള്ളിൽ? അത് ഏകദേശം 8 വർഷം. 8 വർഷം കൊണ്ട്. 8 വർഷം. മെയിനായിട്ട് ഇതിൽ കോൺട്രാക്ടിങ് ഏതെല്ലാം കമ്പനികളുമായിട്ടാണ്? ഞങ്ങൾക്ക് ഒരുപാട് കമ്പനികളുണ്ട്, നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനികൾ ഒരുപാടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ എടുക്കുന്ന ഗവൺമെൻറ് ജോബാണ്. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ പണിയാണ് കൂടുതലും ചെയ്യുന്നത്. അവരാണ് ഞങ്ങളുടെ മേജർ ക്ലയൻറ്റ്. പിന്നെ വെൽ റെപ്യൂട്ടഡ് ക്ലയൻറ്റ്സ് ഒരുപാടുണ്ട്, അവരുമായിട്ട് ഉള്ള ഡീലിങ്സ് നടന്നു പോകുന്നു. ശരിക്കും മലയാളികൾ മാത്രമല്ല, 136 പേര് വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാർ. അതെ. എങ്ങനെയാണ്? കാരണം ഇവരെ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കും? അല്ല, എല്ലാ ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷൻ ലൈനിലും പ്രശ്നങ്ങളുണ്ട്. കാരണം പല രാജ്യക്കാരാണ്, എല്ലാവരുടെയും മെൻറ്റാലിറ്റി ഒന്നായിരിക്കില്ല. അവരുടേത് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഒരുവിധം മാനേജ് ചെയ്ത് പോകുന്നു. ഇതെല്ലാം ഇവിടുത്തെ ഒരു ലാൻഡിൻ്റെ പ്രത്യേകത അതാണ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊന്നുമില്ല, എല്ലാ രാജ്യക്കാരും എല്ലായിടത്തും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് തന്നെ അതൊരു ഹാബിച്വലായി പോവുകയാണ്. അവിടെ ബംഗാളി എന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനി എന്നോ ഉള്ള ഒരു വ്യത്യാസമൊന്നും തോന്നുന്നു. ഇവിടെ ജാതി മത രാഷ്ട്രീയ ഒന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മുടെ ക്യാമ്പുകളെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബംഗാളികളും ഉണ്ട്, പാകിസ്ഥാനികളും ഉണ്ട്, ഇന്ത്യക്കാരും ഉണ്ട്, മലയാളികളും ഉണ്ട്. അതൊരു മിംഗ്ലിംഗ് സിറ്റുവേഷൻ അവിടെ നടന്നു പോകുന്നു. അങ്ങനെയാണ് എല്ലാവരും ഒത്തൊരുമയായിട്ട്. ഒരു സ്കിൽഡ് എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു മാൻ പവർ കോൺട്രാക്ടിങ് കമ്പനിയിൽ. അപ്പോൾ എത്രത്തോളം നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരു മാൻ പവർ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള സ്കിൽഡ് ആളുകളെ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അതിന് ചില ഷോർട്ടേജുകളും കാര്യങ്ങളും ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്കിൽഡ് ആളുകളിൽ
90% യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാറുണ്ട് കേരളത്തിലുള്ള മലയാളികളുടെ ഒരു ഔട്ട്പുട്ട്, പ്രൊഡക്ടിവിറ്റി, അവരുടെ വർക്കിലുണ്ടാകുന്ന ഔട്ട്പുട്ട് അത് മറ്റ് ആൾക്കാരിൽ നിന്ന് കിട്ടാറില്ല എന്ന് പറയുന്നു. അല്ല, അതിന് പല ഫാക്റ്റുകളുണ്ട്. ഒന്ന്, മലയാളികൾക്ക്, ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ കോമൺ സെൻസ് ഇച്ചിരി കൂടുതലാണ്. മറ്റു രാജ്യക്കാർ വരുന്ന ലേബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോളജ് വൈസ് അല്പം പുറകോട്ടായിരിക്കും. അതാണ് അവർക്ക് അവരെ മലയാളികളെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവരുടേതായ യുക്തി അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതേസമയം മറ്റൊരു രാജ്യക്കാരൻ അത്രയും അതിനകത്ത് ചിന്തിക്കാൻ പോകില്ല. അവർ കൊടുക്കുന്ന പണി അതേപടി ചെയ്തു വെക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അതാണ് ഈ മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യക്കാരുമായിട്ടുള്ള വ്യത്യാസം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സിറ്റുവേഷൻ വളരെ മാറിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിൽ തന്നെ സാലറി വൈസും മറ്റു കാര്യങ്ങളും കൊണ്ട് വളരെയധികം കൂടുതൽ കിട്ടുന്നുണ്ട് ആളുകൾക്ക്. അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഗൾഫിലേക്ക് വരുന്നതിന് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇല്ലാതായിരിക്കുന്നു. അത് മറ്റ് ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, നേപ്പാളികൾ അവരൊക്കെ ആ ഗ്യാപ്പിലേക്ക് വന്ന് കയറുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ ടെക്നീഷ്യന്മാരാണ് കൂടുതൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വേണ്ടത്. കാരണം വെൽഡർ ആയിരുന്നാലും ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനെയുള്ള. അപ്പോൾ അതിന് എങ്ങനെയാണ് കാര്യം സ്കിൽഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, നമ്മൾ പ്രിഫറബിളി ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആളുകളെയാണ് നോക്കുന്നത്. ഇവിടെ ഒരു 4 വർഷം 5 വർഷമെങ്കിലും അതേ ഫീൽഡിൽ ജോലി ചെയ്ത ആളുകൾക്ക് മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെ വന്ന് ചെയ്യുന്ന ജോലിക്ക് വളരെ വ്യത്യാസമുണ്ട്. ആ ഒരു ജോബോ അല്ലെ ആ നേച്ചറോ അല്ല ഇവിടെ എക്സ്പീരിയൻസ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്, സിസ്റ്റം ഉണ്ട്. ഇപ്പം അതില്ല. ഇപ്പം നമുക്ക് അതിൽ വരാൻ സാധിക്കില്ല. ഇത് ആ സിസ്റ്റത്തിൽ വരുന്നില്ല ഇപ്പം. കാരണം ഇന്നത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ ഭാഗത്തും അതിൻ്റേതായ 100% പെർഫെക്ഷനോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ. അവിടെ നമ്മൾ ആരെയെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു വെക്കുന്ന ഒരു രീതിയിലേക്ക് പോകാൻ നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ തന്നെ ജോലി ചെയ്ത നല്ല ട്രെയിൻഡ് ആളുകളെ എടുത്താൽ മാത്രമേ നമ്മുടെ സർവൈവൽ ശരിയാവുള്ളൂ. നമ്മളൊരു കോൺട്രാക്ട് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു കംപ്ലീഷൻ ഓഫ് ഒരു ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്നൊരു സംഭവം, അത് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തു കൊടുക്കും. അതാണ് ഒരു കോൺട്രാക്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എങ്ങനെ നമുക്ക് സാധിക്കുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ പവറാണ് നമ്മൾ. ഇപ്പോൾ മാൻ പവർ ഷോർട്ടേജ് എന്ന് പറയും. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. അപ്പം അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? അല്ല, അത് നമ്മൾ മാനേജ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്കിന് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വർക്ക് അനുസരിച്ചാണ് നമ്മൾ എത്ര മാൻ പവർ അതിന് വേണം, എത്ര സ്കിൽഡ് വേണം, അൺസ്കിൽഡ് വേണം, എത്ര എൻജിനീയേഴ്സ് വേണം. ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് യാതൊരു ഡിലേയിലും പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ സിറ്റുവേഷനിൽ ഒരു ദിവസം പോലും പ്രൊജക്റ്റ് ഡിലേ ആവുന്നത് റെപ്യൂട്ടേഷനെ ബാധിക്കും, നമ്മുടെ കമ്പനിയെ ബാധിക്കും. കമ്പനിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത ജോബ് അവർ തരാൻ വിസമ്മതിക്കും, നമ്മൾ ആ ടൈംലി കംപ്ലീഷൻ നടത്താതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. അതിപ്പം വെളിയിൽ നിന്ന് ഹയർ ചെയ്യേണ്ടി വന്നാലും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വെളിയിൽ നിന്ന് ഹയർ ചെയ്തെടുത്ത് ആ ജോബ് ആ ടൈമിന് കംപ്ലീറ്റ് ചെയ്ത് അതിലൊരു ലോസ് ഓർ പ്രോഫിറ്റോ അല്ല നോക്കുന്നത്. അത് നോക്കിയാൽ ഇവിടെ നടക്കില്ല. നമ്മുടെ ഒരു ഡെപ്യൂട്ടേഷൻ, കമ്പനിയുടെ ഒരു വിശ്വാസത, തീർച്ചയായും ആ റെപ്യൂട്ടേഷൻ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ലോസിലേക്ക് പോയാലും ടൈം ഷെഡ്യൂള് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ശരി, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ, ഇവിടുത്തെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഏറ്റവും കൂടുതൽ. കാരണം ഇവിടുത്തെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ അടിക്കടിക്ക് ഉണ്ടാവുന്ന നിയമങ്ങളുടെ മാറ്റങ്ങൾ, അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖലയാണ് താങ്കൾ നടത്തുന്ന കമ്പനി. കാരണം കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിങ് കമ്പനിയിലാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം അതിനെ സർവേ ചെയ്യാൻ സാധിക്കും? അല്ല, നിയമങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും നമുക്ക് ആ വസ്തുതകളെ സംബന്ധിച്ച് ഒരു അറിവുണ്ടെങ്കിൽ, എത്ര നിയമം മാറ്റുന്നെന്ന് പറഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ജോലികളെക്കുറിച്ച് ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ഭാരമായിട്ട് അന്നേരം തോന്നില്ല. എങ്കിൽ തന്നെയും ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇവിടുത്തെ ക്യാപിറ്റലായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം കൺസ്ട്രക്ഷനെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ വളർച്ച തന്നെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്താണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി എല്ലാ ഭാഗത്തും സ്പ്രെഡായി കിടക്കുകയാണ്. അത് ഈവൻ
ചെറിയ ഒരു സംരംഭം മുതൽ വലിയ സംരംഭം വരെയും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയെ ബേസ് ചെയ്താണ് ഇവിടുന്ന് ഈ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇവിടുത്തെ നിയമത്തിൽ വരുന്ന വ്യത്യാസതകളോ മാറ്റങ്ങളോ ഒന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. ഇപ്പം നിയമം ഇവിടെ ഏത് നിമിഷം, ഇന്നത്തെ നിയമമല്ല നാളെ, പക്ഷേ നമുക്ക് അതിനകത്തൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ അതിലൊരു ഇതായിട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പിന്നീട് വരും. അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മളൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏറ്റവും കൂടുതൽ കാരണം എന്ന് വെച്ചാൽ കമ്പനിയിൽ, കാരണം ഇവിടെ ഡയറക്റ്റും സബ് കോൺട്രാക്റ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ സാഹസികപ്പെട്ട് റിസ്ക് എടുത്ത് ചെയ്ത പ്രോജക്റ്റ് ഏതാണ്? റിസ്ക് എടുത്ത് ചെയ്ത പ്രോജക്റ്റുകളാണ് ഞങ്ങൾ, അതായത് ദേവയുടെ പവർ പ്ലാന്റിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം റിസ്ക് ഉള്ള ജോലിയാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം 100% റിസ്ക്കിലാണ് ആ ജോലികൾ ചെയ്യുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പണികളെല്ലാം അത്ര പറയുന്ന റിസ്ക്കുകളുള്ള കാര്യത്തിലേക്ക് വരുന്നില്ല. പിന്നെ ഫൈനാൻഷ്യൽ റിസ്കിൻ്റെ കാര്യം ഇതിലെല്ലാത്തിലും ഉണ്ട്. അത് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവിടുത്തെ മാർക്കറ്റിൽ. തീർച്ചയായും അത് നമ്മൾ സബ് കോൺട്രാക്ട് എടുത്താലും ഡയറക്റ്റ് എടുത്താലും എല്ലാത്തിലും ഈ ഒരു ഇഷ്യൂ ഇതിനകത്ത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്. അതെ, കാരണം എന്ന് വെച്ചാൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ചെയ്തു കൊടുത്ത ഇതിന്റെ റീപേയ്മെന്റ് കിട്ടാതെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു എൻ്റർലി ഡിഫറെൻറ്റ് ഫീൽഡിലാണ്. കാരണം താങ്കളൊരു കുറച്ച് നാൾ ഡൽഹി വർക്ക് ചെയ്തിട്ടിരുന്നത് ഒരു ട്രേഡിംഗ് രംഗത്ത്. അവിടെ നിന്ന് വേറൊരു കോൺട്രാക്ടിങ് കമ്പനിയിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു മാറ്റം. അപ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് താങ്കൾ എടുത്ത് ചൂസ് ചെയ്ത് ഒരു എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് എത്രത്തോളം, കാരണം എന്ന് വെച്ചാൽ ഒരു മുൻ പരിചയമില്ലാത്തൊരു ഫീൽഡ് ചൂസ് ചെയ്ത് അത് വിജയിപ്പിക്കാൻ എങ്ങനെ സാധിച്ചു? ആ ചോദ്യം വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബലവത്തായ ഒരു ചോദ്യമാണ്. കാരണം ട്രേഡിംഗ് ഫീൽഡ് കൺട്രോൾ ചെയ്തു പോയിരുന്ന ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് തന്നെയും ശരിയായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്ന പോലെ നമ്മളൊരു ഫീൽഡിലിരിക്കുന്നു, അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു ലൈനിനെ കുറിച്ച് എപ്പോഴായാലും ചിന്തിക്കും. ഇവിടുത്തെ മാർക്കറ്റിൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിലേക്കാണ് എപ്പോഴും കണ്ണുപോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും നടക്കുന്ന ഒരു ആക്ടിവിറ്റി പ്ലസ് ആയാലും മൈനസ് ആയാലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ്. മറ്റെല്ലാ ആക്ടിവിറ്റികളും നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിന് കൺസ്ട്രക്ഷൻ്റെ അത്രയും ഒരു ബൂമോ അല്ലെ അതിൻ്റെ അത്ര എക്സ്പെക്റ്റേഷനോ ഈ മാർക്കറ്റിൽ വലുതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് ദുബായ് മാർക്കറ്റ്. അങ്ങനെയാണ് നമ്മൾ പല നമ്മുടെ സർക്കിളിലും ആലോചിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കൊരു മാറ്റം നോക്കാം എന്നുദ്ദേശിച്ച് തുടങ്ങിയത്. പക്ഷെ അത് വളരെ സക്സസ് ആയി. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു 200% മേളിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. നമുക്ക് കൊണ്ടെത്തിക്കാൻ മോർ ദാൻ ദാറ്റ്, വളരെ കൂടുതൽ. അപ്പോൾ അത് താങ്കൾ പറഞ്ഞു, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ ഏറ്റവും കൂടുതൽ. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജോലി, അവിടെ നമ്മൾ ആ ജോലിയോടുള്ള ഡെഡിക്കേഷൻ അവിടെ താങ്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പറഞ്ഞു 4 പേരിൽ ഞാൻ തുടങ്ങിയ കാര്യം ഇന്ന് ഒരു 8 വർഷത്തിനിടയിൽ 136 പേരിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിഗിനിങ്ങിൽ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വണ്ടി ഓടിച്ചും അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു പക്ഷേ മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ അവരെ കൂടെ നിന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ കൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്തിരുന്നിടത്തു നിന്ന് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചെടുക്കുന്ന ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടെത്തിച്ചു. അത് നമ്മുടെ കഠിനാധ്വാനവും ദൈവാധീനവും മറ്റു കാര്യങ്ങളും പിന്നെ സത്യസന്ധത കാര്യങ്ങൾ ആരോടും കമ്മിറ്റ്മെൻറ്റ്സിനകത്തൊന്നും പുറകോട്ട് പോകാറില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. ഏറ്റവും വലിയ കാര്യമാണ് താങ്കൾ പറഞ്ഞത് നമ്മുടെ ക്രെഡിബിലിറ്റി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ലേബർ സപ്ലൈ അല്ലെങ്കിൽ ലേബർ ഓറിയൻറ്റഡ് ബിസിനസ് ആകുമ്പോൾ അവരുടെ സേഫ്റ്റി, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരുപാട് റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. കാരണം അവർ ജോലി ചെയ്യുന്ന മേഖലകളിലെ സേഫ്റ്റി, കാരണം നേരത്തെ പറഞ്ഞു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വളരെയധികം സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സൈറ്റുകളിലും
അതിൻ്റെ നിയമം, ഇവിടുത്തെ നിയമം അനുസരിച്ചുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുക്കാറുണ്ട്. അതായത് വീക്കിലി കൊടുക്കുന്നിടമുണ്ട്, ഡെയിലി കൊടുക്കുന്നിടമുണ്ട്. അത് ആ സൈറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ ഒരു ജോബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് അവർ പറയും ഇന്ന കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്തിരിക്കണമെന്ന്. ആ കാര്യങ്ങൾ നമ്മൾ അതേപടി തന്നെ ഫോളോ ചെയ്താണ് പോകുന്നത്. നമുക്ക് അതിനകത്തൊന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി അത് വീണ്ടും ബാധിക്കും. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് നമ്മൾ 1% പോലും നമ്മൾ പുറകോട്ട് പോകാറില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഇതിലേക്ക് ചൂട് അധികമാകുമ്പോൾ വർക്ക് വരെ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സമ്മർ പീക്ക് അവേഴ്സിൽ ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, 12:30 to 3:30. ഈ ബ്രേക്ക് നമ്മൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആക്കും. റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ടൈം കൂടെ കൂടുതൽ വൈകിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറയുന്ന എല്ലാം ഉണ്ട്. കാരണം ഒരു ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത ഒരു ജീവിതവും ഒരു മനുഷ്യന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയും താഴ്ചയും കണ്ട ഒരു രാജ്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു കാലത്ത് നല്ല ഭൂമിലും പോവുകയും അടുത്ത കാലത്ത് വന്ന് താഴെ നിൽക്കുകയും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്നു. എക്സ്പോ 2020 എങ്ങനെ നോക്കി കാണുന്നു? വളരെ പ്രതീക്ഷയോടെ. കാരണം ഇത് രണ്ടും ഞാൻ ചോദിക്കാൻ കാരണം ഈ റെസിഷൻ സമയത്തും താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ദാ വരുന്ന ഭൂമിലും താങ്കളുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എക്സ്പോ 2020 എല്ലാവരും വീക്ഷിക്കുന്നത്. അതുപോലെ UAE-യിലുള്ള എല്ലാ കമ്പനിക്കാരും ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ സക്സസ് എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സമയം കൂടെ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ പ്രിലിമിനറി പ്ലാനിങ്ങിലാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് ഉയരണമെന്നാണ് പ്രാർത്ഥന. പക്ഷെ അത് എത്രമാത്രം സഫലമാകുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് ഇതിൻ്റെ ഏകദേശം ഒരു അടുത്തോട്ട് വരുമ്പോഴേ അതിൻ്റെ അറിയാനൊക്കെ ഉള്ളൂ ഇത് എങ്ങനെയൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പം നമുക്കൊരു പ്രൊഡിക്ഷൻ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു റിസഷൻ നമ്മൾ താങ്ങിയതാണ് ഇവിടെ. അന്ന് ബിസിനസ് രംഗത്ത് പലരും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് എന്നേക്ക് പോയവരുണ്ട്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വന്നതാണ് താങ്കളെ പോലെയുള്ള ആൾക്കാർ. തീർച്ചയായും ഒളിച്ചോടാതെ. കാരണം വളരെ ഫേസ് ചെയ്തു, വളരെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് ഒരുപാട് ആളുകൾ കമ്പനികൾ ക്ലോസ് ചെയ്ത് പലയിടത്തേക്കും പോയി. നമ്മുടെ സർക്കിളിൽ തന്നെ പലരും പോയി. പക്ഷേ എന്തോ ദൈവാധീനം നമുക്കതിനൊരു പ്രശ്നമുണ്ടായില്ല. അത് ഞാൻ വീണ്ടും പറയുന്നു, അത് നമ്മുടെ സത്യസന്ധതയും നമ്മുടെ ആളുകളോടുള്ള സമീപനവും കാര്യങ്ങളും പിന്നെ അവർക്ക് നമ്മളിലുള്ള വിശ്വാസം, അതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ദുബായിയെ സംബന്ധിച്ച് ദുബായിലെ ഇന്ന് വളർച്ച നേരത്തെ പറഞ്ഞു. കാരണം ഇവിടെ ഏതൊരു ആൾക്കും സ്വാതന്ത്ര്യമായിട്ട് ഇവിടുത്തെ നിയമത്തിന് അനുസൃതമായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം അതാണ് ഇന്ന് നമ്മൾ ഒരു അന്യദേശത്ത് ജോലി ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് ഇല്ലാതെ സ്വന്തം ദേശത്ത് ജോലി ചെയ്യുന്ന ധൈര്യത്തോടെ ആ ഒരു മനസമാധാനത്തോടെ ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം ലോകത്ത് വേറൊരു രാജ്യവും ഇല്ല ഈ ദുബായിയെ പോലെ. വളരെ കറക്റ്റ്. എത്രത്തോളമാണ്? കാരണം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാസികളെന്നോ അല്ലെ മറ്റുള്ള രാജ്യക്കാരെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവർ എല്ലാവർക്കും ഒരേ നീതി ഒരേ നിയമം നടപ്പിലാക്കുന്ന ഒരു രാജ്യമായതാണ് നമുക്ക് എല്ലാവർക്കും ഒരു ബൂസ്റ്റിംഗ് ഇവിടെ ബിസിനസ് ചെയ്യാനും അങ്ങനെ ബിസിനസ്സിനേക്കുള്ള ഒരു റിസ്ക് എടുക്കാനുമുള്ള തൻ്റെ ഇടം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഇവിടുത്തെ ഈ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഈവൻ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ബിസിനസ്സിനെക്കാട്ടിൽ കംഫർട്ടബിലിറ്റി ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. കാരണം നാട്ടിൽ നടത്തുന്ന ഒരു ബിസിനസ്സിനുള്ള അത്രയും റിസ്ക് പോലും ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% നമുക്ക് അതിനകത്ത് യാതൊരു ഇഷ്യൂ, ഇവിടുത്തെ ഭരണാധികാരികളുടെ യാതൊരുവിധമായ ഇൻവോൾവ്മെൻറ്റുകളും നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നില്ല. ഒന്നും അങ്ങനെ ചെയ്യരുതല്ലേ മറ്റു രീതിയിലാണ് ഒന്നും പറയുന്നില്ല. നമ്മുടെ നിയമം അനുസരിച്ച് ജോലി ചെയ്തു പോകുക. അതിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു പോളിസി, അതാണ് നമ്മുടെ വിജയത്തിന്റെ പ്രധാന കാരണം. ഇവിടെ താങ്കളുടെ ജീവിതത്തിന്റെ ഒരു 3/4 ഭാഗവും പ്രവാസ ജീവിതം, ഒരു 18 വർഷം ഇവിടെ, അതിൽ കുറച്ചു കാലം ഡൽഹിയിൽ. ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കേരളം വിട്ട് പുറത്തു പോവുകയും അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്തു പോകുമ്പോൾ
നമുക്ക് ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയുന്നു, ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നു. അതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിനെ ഒരു സ്റ്റഡി ആക്കി കൊണ്ടുപോകാനും ഒരു മോഡിഫൈ ചെയ്യാനും മെച്ചുവേർഡ് ആക്കാനും സാധിക്കുന്നു. എത്രത്തോളമാണ് താങ്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പ്രവാസ ജീവിതത്തിലേക്ക് പോയതാണ്, ഡൽഹിയിലേക്ക്. അവിടുത്തെ ജീവിതവും ആ ഒരു ഭാഷ, അവിടുത്തെ കൾച്ചർ, അതൊക്കെ താങ്കൾക്ക് ഒരു 100% ഒരു ബേസ് ഉണ്ടാക്കാൻ സാധിച്ചു ദുബായിൽ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രവാസ ജീവിതം, അതായത് സ്കൂളിങ് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോയി, അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയ പരിചയങ്ങൾ, പിന്നെ അതിനുശേഷം ദുബായ് വന്നു, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ആളുകളുമായിട്ടുള്ള മിംഗ്ലിങ്ങും കാര്യങ്ങളും, ഇതൊക്കെ കൂടെ എന്നെ വളരെ വലുതായിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ സക്സസിൻ്റെ പിന്നിൽ. വളരെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകാനും ഉള്ള സാധ്യതകൾ നമുക്ക് നമ്മുടെ അറിവിനെ വളരെ കൂട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഡൽഹി പോയതുകൊണ്ട് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ, ആ ഹിന്ദി ഇവിടെ നമുക്ക് ഒരുപാട് സഹായം ചെയ്തു. ഞാൻ മലയാളിയാണെന്ന് ഇവിടെയുള്ള ആളുകൾ ആദ്യം വിചാരിച്ചിരുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യൻ ആണെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ഇതുണ്ടായത് കാരണം നമ്മൾ ഹിന്ദിയുടെ ആ ഒരു പ്രൊനൗൺസിയേഷനിൽ വരുന്ന അഡ്വാൻറ്റേജ്. എത്രത്തോളമാണ് നമ്മുടെ ബാല്യകാലം സഹായിച്ചിട്ടുള്ളത്? നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ആ ബാല്യകാലത്തെ ചിട്ടയായ ഒരു ജീവിതമാണ്. തീർച്ചയായിട്ടും ബാല്യകാലം എന്ന് പറഞ്ഞാൽ അന്ന്, അതായത് ഏകദേശം 60 വർഷം ബാല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതനുസരിച്ചൊരു 40 വർഷം മുമ്പിലത്തെ കാര്യമാണ്. അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ആ ഒരു ജോയിൻറ്റ് ഫാമിലി അറ്റ്മോസ്ഫിയർ, അവരുടെ രീതികൾ, പ്രായമായവരുടെ ഉപദേശങ്ങൾ, ഇതെല്ലാം വളരെയധികം എനിക്ക് എൻ്റെ ജീവിതത്തിനെ നേരെയാക്കുന്നതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ ജീവിതം കണ്ടുപഠിച്ചതാണ് നമ്മൾ, അധ്വാനിക്കുന്ന ജീവിതം. ആ അധ്വാനിക്കുന്ന ജീവിതം നമ്മൾ ഇന്നും ഈ പ്രായത്തിലും ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. എത്രത്തോളം മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കർഷകനായ അച്ഛൻ, ഹൗസ് വൈഫായ അമ്മ, അവരുടെ ജീവിത രീതി, മൂത്ത സഹോദരങ്ങൾ, അവരുടെ അന്നത്തെ ആ ഒരു ലൈഫ്, അതായത് 50 വർഷം മുമ്പുള്ള ആ ലൈഫ്, അതാണ് അന്നത്തെ ഒരു സിറ്റുവേഷൻ. ടോട്ടലി ചേഞ്ച്ഡ് സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ വളരുന്ന ഒരു സാഹചര്യം, എല്ലാം കണ്ട് ബുദ്ധിമുട്ടുകളും ഇല്ലായ്മയും ഉള്ളതും എല്ലാം കണ്ടു വളർന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം നമ്മളെ ഒരു നല്ല നിലയിലേക്കാണ് നയിച്ചത്. ഇന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? വിവാഹം ഞാൻ ചെറിയനാടെന്ന് പറഞ്ഞു, ചെങ്ങന്നൂർ തന്നെ. വൈഫിൻ്റെ പേര് ഉഷ. എത്ര കുട്ടികൾ? ഞങ്ങൾക്ക് 3 കുട്ടികൾ. മൂത്തയാള് ഇവിടെ തന്നെ ഉണ്ട്, പേര് നിഷ. അതിൻ്റെ ഇളയത് നിത്യ, മകൻ നിതിൻ. കുടുംബത്തിന്റെ വലിയൊരു സപ്പോർട്ട് ഇതിലുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഗണപതി എക്സ്പോർട്സ് എന്ന കമ്പനിയിൽ ആയിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിച്ചു? അതെ, ഗണപതിയിൽ ഇരുന്നപ്പോൾ തന്നെ വിവാഹം കഴിച്ചു. അത് പിന്നെ അവരിവിടെ സെറ്റിൽഡാണ്? അല്ല, ഞാൻ ഓൾ ഓഫ് എ സഡൻ ദുബായിക്ക് വരേണ്ടി വന്നപ്പോൾ ഞാൻ ഫാമിലിയെ നാട്ടിലാക്കിയിട്ട് പോകും. പിന്നീട് ഞാൻ ഇവിടെ വന്ന് സെറ്റിലായി 2 വർഷം കഴിഞ്ഞാണ് ഫാമിലിയെ കൊണ്ടുവരുന്നതും പിന്നെ ബാക്കി കാര്യങ്ങളും. ഒരു കുടുംബത്തിന്റെ ഒരു പിന്തുണയാണ് ഏതൊരു ബിസിനസ്സുകാരൻ്റെയും വിജയത്തിന്റെ പ്രധാന ഘടകം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കളുടെ കുടുംബം എത്രത്തോളമാണ് സപ്പോർട്ട് ചെയ്തത്? കാരണം വളരെ സപ്പോർട്ടീവാണ് അത്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സംതൃപ്തി തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചു എങ്കിൽ തന്നെ നമുക്ക് ഇന്നത്തെ രീതിയിൽ എത്തിപ്പറ്റാൻ കഴിഞ്ഞതിന് അടുത്ത് നിൽക്കുന്നവരോടും ജോലിക്കാരോടും മറ്റെല്ലാവരോടും തന്നെ നമുക്കുള്ള നന്ദി. അവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിപ്പെട്ടത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വിശ്വാസതയും സത്യസന്ധതയും. അത് ഈ നന്മയിലൂടെയാണ് കടന്നു വരുന്നത്. ഈ നന്മയുണ്ടെങ്കിൽ വിശ്വാസതയും സത്യസന്ധതയും വരുള്ളൂ. അപ്പോൾ ആ ഒരു ദൈവവിശ്വാസം നമ്മളെ എവിടെയെല്ലാം വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവോ അല്ലെങ്കിൽ പള്ളികളിൽ പോവോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുക. തീർച്ചയായും. സാമൂഹിക പ്രതിബദ്ധത ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഹജീവികളോടുള്ള, അതായത് ഒരു സമൂഹം നമുക്കുണ്ട്, ആ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ എത്രത്തോളം ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു ബിസിനസ്സുകാരന് ആവശ്യമുണ്ട്? സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കഴിയുന്നതും സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന നന്മകൾ ചെയ്യുന്നതിലാണ് ഒരു ബിസിനസ്സുകാരൻ്റെ അവൻ്റെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന പല ആളുകളുമുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നമ്മുടെ മാത്രം പ്രയോജനം നോക്കി ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു ആശാസ്യമായ ഒരു കാര്യമല്ല. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത് മുന്നോട്ട് പോകും. അവിടെ നന്മയുണ്ടാവും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുമാണ്. ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ വളരെ വലുതായിട്ടൊന്നും എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓൾറെഡി ഞങ്ങൾ 2 സിസ്റ്റർ കൺസേൺ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ARN ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞൊരു MEP കമ്പനിയാണ്. പിന്നെ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു ഷോപ്പ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 സിസ്റ്റർ കൺസേൺ ഇപ്പം ഇതിൽ നിന്ന് തന്നെ കണക്റ്റഡായി. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരു മെറ്റീരിയൽ ഇതുമായിട്ട് ആവശ്യമുള്ള അങ്ങനെ കണക്ട് ചെയ്ത് 2 എണ്ണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടല്ലോ, എല്ലാ ജീവിതത്തിലൊരു വിഷൻ ഉണ്ടല്ലോ. ആ വിഷൻ നടത്തി തരട്ടെ ദൈവം. അത് ഫുൾഫിൽ ചെയ്യാൻ സർവേഷൻ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ഒരു ഷോർട്ട് ടൈം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനൊരു സമയം ചിലവാക്കിയതിന് വളരെ സന്തോഷം. താങ്ക്സ് എ ലോട്ട്.